ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സമൂഹത്തിൽ പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഒബിസിറ്റി കാരണം ആരോഗ്യപരമായിട്ടും സാമൂഹ്യമായിട്ടും പല പ്രശ്നങ്ങളും നമ്മൾ നേരിടാറുണ്ട്. ഈ ഒബിസിറ്റിയിൽ നിന്നും രക്ഷ നേടാനായിട്ട് പല മാർഗ്ഗങ്ങളും പലരും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ഫലം കാണാറില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് ഓവർ വെയ്റ്റ് ഉണ്ടാകുന്നതെന്നാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ശരീരത്തിന് ആവശ്യമുള്ള എനർജി ശരീരം സ്വീകരിച്ച ശേഷം ബാക്കിയുള്ള എനർജിയെ ശരീരം സ്റ്റോർ ചെയ്യുന്നു. അതാണ് കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത്. ആ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പാണ് ഓവർ വെയ്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒബിസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് കുറയ്ക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എത്ര എനർജി നമുക്ക് ശരീരം കൺസ്യൂം ചെയ്യുന്നോ അത്രയും എനർജി മാത്രം നമ്മൾ ഭക്ഷണത്തിലൂടെ നൽകുക എന്നുള്ളത് മാത്രമാണ് ഒരു മാർഗം. എന്നാൽ നമുക്ക് ശരീരഭാരം കുറയ്ക്കണമെങ്കിലോ നമ്മളുടെ ശരീരം ഉപയോഗിക്കുന്ന എനർജിയിൽ കുറവ് നമ്മൾ ശരീരത്തിന് നൽകണം. അപ്പോൾ ശരീരം നമ്മളുടെ കൊഴുപ്പിൽ നിന്നും എനർജി ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ കൊഴുപ്പിനെ എനർജിയായി മാറ്റുന്ന പ്രക്രിയയ്ക്ക് എന്താണ് പറയുന്നത്? ഉപാപചയ പ്രവർത്തനം, അതായത് മെറ്റാബോളിസം. പലപ്പോഴും പല ആൾക്കാരുടെയും മെറ്റാബോളിസം അത്ര കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. കാരണം കൊഴുപ്പ് എനർജിയായി മാറുന്നില്ല. ഈ സ്ഥിതിയിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഇവിടെ നമുക്ക് മോദി കെയർ മോദിവേ ഷേപ്പ് ഷിഫ്റ്റ് എന്ന പേരിൽ ഒരു വെയ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. ഈ ഒരു ബണ്ടിൽ പാക്കിൽ 3 പ്രൊഡക്റ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഒരു ക്യാപ്സ്യൂളാണ്. അതിൽ ഗ്രീൻ കോഫി ബീൻസ്, ഗ്രീൻ ടീ, കുടംപുളി, ഈ 3 ഘടകങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിൽ യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല. നമുക്കറിയാം, കുടംപുളിയൊക്കെ നമ്മൾ പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മളുടെ ഫാറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതുമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. രണ്ടാമത്തേത് നമുക്ക് തന്നിരിക്കുന്നത് മീൽ റീപ്ലേസ്മെൻറ്റ് ഷേക്കാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സകല പോഷകങ്ങളും ഈ ഒരു ഷേക്കിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് 250 കലോറിയാണ് ഒരു സെർവ്. ഒരു സെർവ് എന്ന് പറഞ്ഞാൽ ഒരു സ്കൂപ്പ് 25 ഗ്രാംസ് ആണ്. അത് 300 ml സ്കിംഡ് മിൽക്കിലാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ടത്. അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രീമിക്സ് ആണ്. ആ പ്രീമിക്സിൽ അടങ്ങിയിരിക്കുന്നത് കുടംപുളി, ഗ്രീൻ കോഫി ബീൻസ്, ഗ്രീൻ ടീ, ജിഞ്ചർ. ഇത് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി നമുക്ക് കുടിക്കാവുന്നതാണ്. ഇങ്ങനെ 3 പ്രൊഡക്ട്സ് ആണ് നമുക്ക് ഈ ഒരു ബണ്ടിലുള്ളത്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. രാവിലെ ആദ്യം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു ക്യാപ്സ്യൂളാണ്. ആ ഒരു ക്യാപ്സ്യൂൾ നമ്മൾ കഴിക്കുക. കഴിച്ച ശേഷം അരമണിക്കൂറിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ പ്രീമിക്സ്, അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 25 ഗ്രാംസ് ഒരു 300 ml സ്കിംഡ് മിൽക്കിൽ മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അതിനുശേഷം നമുക്കൊരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ ചെറുതായിട്ട് നമുക്ക് ഒരു വിശപ്പൊക്കെ തോന്നുമ്പോൾ നമ്മൾ 11 മണിക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ പ്രീമിക്സ്, അത് ലെമൺ ഫ്ലേവറാണ്. ആ പ്രീമിക്സ് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ കലക്കി അത് കുടിക്കാം. അതിനുശേഷം നമ്മൾ ലഞ്ചിൽ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം, നമ്മൾ സാധാരണ കഴിക്കുന്ന മീൽസ് നമുക്ക് കഴിക്കാവുന്നതാണ്. അതിൽ കൂടുതലും പച്ചക്കറികളും സലാഡും ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കഴിക്കുക. അതിനുശേഷം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും പ്രീമിക്സ് കഴിക്കാം. അതിനുശേഷം നമ്മൾ രാത്രിയിൽ അഗെയിൻ മീൽ റീപ്ലേസ്മെൻറ്റ് ഷേക്കാണ് ഡിന്നറിന് പകരമായിട്ട് നമ്മൾ കഴിക്കേണ്ടത്. ഒരു 7 മണി 7:30 ആകുമ്പോൾ നമുക്ക് അത് കഴിക്കാം. ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ നമ്മൾ ക്യാപ്സ്യൂൾ കഴിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ മെറ്റാബോളിസത്തെ ത്വരിതപ്പെടുത്തുകയും നമുക്ക് രാവിലെ ആവശ്യമായ എനർജി അത് നമ്മളുടെ കൊഴുപ്പിൽ നിന്നും അത് തരുന്നു. അതിനുശേഷം നമ്മൾ മീൽ റീപ്ലേസ്മെൻറ്റ് ഷേക്കാണ് കഴിക്കുന്നത്. അതിൽ നമുക്ക് 250 കലോറിയാണ് ഒരു സെർവിങ്ങിൽ നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ശരീരം എനർജി ആവശ്യപ്പെടുന്ന സമയം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും നമ്മൾ പ്രീമിക്സ് കഴിക്കുന്നു. പ്രീമിക്സ് കഴിക്കുമ്പോൾ ആ മെറ്റാബോളിസം വീണ്ടും ആക്ടിവേറ്റ് ആവുകയും നമ്മളുടെ കൊഴുപ്പിനെ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്ത് ശരീരത്തിന് ആവശ്യമുള്ള എനർജി അപ്പോൾ നൽകുകയും ചെയ്യുന്നു. അത് കാരണം നമുക്ക് അന്നേരം ഒരു ക്രേവിങ് ഉണ്ടാകുന്നില്ല, ഒരു കൊതിയൊന്നും തോന്നത്തില്ല. നമ്മുടെ നല്ല എനർജി നമ്മുടെ ശരീരത്തിന് ലഭിക്കും, നല്ല ഉന്മേഷം നമ്മുടെ ശരീരത്തിന് ലഭിക്കും. അതിനുശേഷം നമ്മൾ 700 കലോറിയോളമാണ് നമ്മളൊരു മലയാളി ആവറേജ് കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉച്ചയ്ക്ക് ആ ഒരു 700 കലോറി നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം 4 മണിക്ക് അഗെയിൻ നമ്മൾ പ്രീമിക്സ് കഴിക്കുമ്പോൾ വീണ്ടും കൊഴുപ്പിനെ എനർജിയാക്കുന്നു. വീണ്ടും നമ്മൾ രാത്രിയിൽ 250 കലോറി മീൽ റീപ്ലേസ്മെൻറ്റ് ഷേക്ക് നമ്മൾ കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ടോട്ടൽ ആ ദിവസം കഴിച്ചത് ഏതാണ്ട് 250 കലോറി മീൽ റീപ്ലേസ്മെൻറ്റ് ഷേക്ക് 2 നേരം കഴിച്ചു. 500 കലോറി 700 കലോറി നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ്. അങ്ങനെ 1200 കലോറി നമ്മൾ ഇൻടേക്ക് ചെയ്തു. ഒരു വ്യക്തിക്ക്, ഒരു പുരുഷന് ഒരു ദിവസം വേണ്ട BMR, അതായത് ബേസൽ മെറ്റാബോളിക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ശരീരം ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുമ്പോൾ ആവശ്യമായ എനർജി, ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്ന എനർജി ഏതാണ്ട് 1600 കിലോ കലോറിയാണ്. നമ്മൾ കൊടുത്തത് എത്രയാണ്? 1200. പിന്നെ ആ വ്യക്തി കുറച്ചൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്, ഓഫീസിലൊക്കെ പോകുന്ന ആൾ, കുറച്ച് നടക്കുന്നൊക്കെ ആളാണെന്നുണ്ടെങ്കിൽ ഒരു 400 കലോറിയുടെ കൂട്ടാം. ഒരു 2000 കലോറി അപ്രോക്സിമേറ്റ്ലി ആണ് ഒരു പുരുഷന് ആവശ്യം. അത് ഒരു സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1800 കലോറിയാണ് ആവശ്യം. അപ്പോൾ നമ്മൾ 1200 കലോറിയാണ് കൊടുത്തത്. ഒരു പുരുഷനപ്പോൾ 800 കലോറിയുടെ ഡെഫിഷ്യൻസി വന്നു. ആ 800 കലോറി നമുക്ക് ലഭിച്ചത് എവിടെ നിന്നാണ്? അത് നമ്മളുടെ ഫാറ്റിൽ നിന്നും എനർജിയാക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു എനർജി നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഒരു ദിവസം നമുക്കൊരു 800 കലോറി നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. 7700 കലോറിയാണ് 1 കിലോ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, 800 കലോറി വെച്ചിട്ട് 7700 കലോറി ആവാൻ നമുക്ക് എത്ര ദിവസം എടുക്കും? 7700 കലോറി നമ്മളുടെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 കിലോ നമ്മുടെ വെയിറ്റ് കുറയും. അങ്ങനെ ഒരു മാസം കുറച്ച് വർക്കൗട്ടൂടൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു മാസം ഏതാണ്ട് 3 മുതൽ 5 കിലോ വരെ നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതും സേഫായിട്ട്, യാതൊരു സൈഡ് എഫക്റ്റും കൂടാതെ നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പ് ഷിഫ്റ്റ് ബണ്ടിലിൽ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, നമ്മളുടെ ശരീരത്തിൽ ഉള്ളിലുള്ള പല പ്രവർത്തനങ്ങളും, അതായത് നമ്മളുടെ മെറ്റാബോളിസം, അതുപോലെ നമ്മളുടെ ഡൈജഷൻ, ഇതെല്ലാം നമ്മളുടെ ക്ലിയർ ആവും. മീൽ റീപ്ലേസ്മെൻറ്റ് ഷേക്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും ഉണ്ട്. പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ്, ഡയറ്ററി ഫൈബർ, എൻസൈംസ് ഉൾപ്പെടെയുള്ള എല്ലാ പോഷകങ്ങളും നമുക്ക് ഈ ഒരു മീൽ റീപ്ലേസ്മെൻറ്റ് ഷേക്കിൽ അവൈലബിൾ ആണ്. അത് കാരണം നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു നല്ല റിപ്പയർ നടക്കുകയും നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഒരു എനർജി ഉണ്ടാവുകയും ആക്റ്റീവ് ആവാനും നമുക്ക് സാധിക്കും. ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള മോദി കെയർ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്വൈസേഴ്സിനെയോ സമീപിക്കുക. ഇത് ഓൺലൈനായിട്ട് നമ്മൾ വെളിയിൽ നിന്നും ഇ-കൊമേഴ്സ് സൈറ്റ്സിൽ നിന്നും വാങ്ങിക്കാതിരിക്കുക. അതിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ല ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത്. അപ്പം അടുത്തുള്ള മോദി കെയർ DP അല്ലെങ്കിൽ മോദി കെയർ അഡ്വൈസറിനെ സമീപിക്കുക. താങ്ക് യു. ജയ് ഹിന്ദ്, ജയ് മോദി കെയർ.